ഏത് കൊടും വെയിലത്തും നടന്നു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എല്ലാ ദിവസവും വഴിവക്കിൽ മീറ്ററുകളോളം നമ്മൾക്ക് തണൽ തന്നിരുന്ന ഒരു മരമാണ്. ആ വലിയൊരു മരം, ആ മരത്തിലെ പക്ഷിജാലങ്ങൾ, ആ മരം നൽകിയിരുന്ന കാറ്റ്, ആ മരം നൽകിയിരുന്ന തണൽ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ദിവസം ഒരു ദുഷ്പ്രഭാതത്തിൽ നമ്മൾ നടക്കാൻ പോകുമ്പോൾ ആ മരം അവിടെയില്ല, പകരമുള്ളത് വലിയ വെയിൽ. ഇതേപോലെ നമ്മളെ കാത്ത് രക്ഷിച്ചിരുന്ന ഒരു മഹാമരം നഷ്ടമായതിൻ്റെ വേദനയാണ് മാധവ് ഗാഡ്ഗിൽ ഇല്ലാതാവുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ചൊരു കാലഘട്ടത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ പരിസ്ഥിതി ചരിത്രത്തിലെ ഒരു യുഗപുരുഷനാണ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്, പ്രൊഫസർ മാധവ് ധനഞ്ജയ് ഗാഡ്ഗിൽ. കേവലം ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലുപരി വരാനിരിക്കുന്ന മഹാദുരന്തങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണം നൽകിയ ഒരു പ്രവാചകൻ കൂടിയായിരുന്നു അദ്ദേഹം. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ കൊടും ചൂടും പ്രവചനാതീതമായ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെറുതെ സംഭവിക്കുന്നതല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരാൾ, പശ്ചിമഘട്ടത്തിൻ്റെ കാവലാൾ എന്ന് നമ്മിൽ പലരും വിളിച്ച മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം അന്തരിക്കുമ്പോൾ ഭാരതത്തിന് നഷ്ടമാകുന്നത് പരിസ്ഥിതി നയരൂപീകരണത്തിൻ്റെ ഒരു മുഖ്യ ശില്പിയെയാണ്. എന്തായിരുന്നു ഗാഡ്ഗിൽ? വെറുമൊരു അക്കാദമിക് പണ്ഡിതനായിരുന്നോ? ഒരിക്കലുമല്ല. അദ്ദേഹം ശാസ്ത്രത്തെ പരീക്ഷണശാലകളിൽ നിന്ന് സാധാരണക്കാരുടെ മണ്ണിലേക്കും മനുഷ്യരുടെ ജീവനിലേക്കും ഇറക്കി വെച്ച വിപ്ലവകാരിയായിരുന്നു. വികസനം എന്ന് പറയുന്നത് പരിസ്ഥിതിയെ കൊന്നുകൊണ്ടാവരുത് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദമാണ് നിലച്ചത്. പക്ഷെ അദ്ദേഹം നൽകിയ മുന്നറിയിപ്പുകൾ നമുക്ക് മുന്നിൽ ഇന്നും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കും. മാധവ് ഗാഡ്ഗിലിൻ്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഇത്രയേറെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുത്തത് എന്ന്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിലിൻ്റെയും പ്രമീളയുടെയും മകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അച്ഛൻ വെറുമൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നില്ല, കറകളഞ്ഞ യുക്തിവാദി കൂടിയായിരുന്നു എന്നുള്ളത്. ഒരു ശാസ്ത്രജ്ഞൻ, അതും പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, യുക്തിചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ അതിലേറെ തെളിച്ചമുള്ള ഒരു ജീവിത വീക്ഷണമുണ്ടാകും. ഒരു കൊച്ചുകുട്ടിക്കാലത്തെ അനുഭവം. അക്കാലത്ത് പൂണൂൽ ധരിക്കുക എന്ന് പറയുന്നത് ഒരു ആചാരമായിരുന്നു. എന്നാൽ ജാതി ചിഹ്നങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിരുന്ന പിതാവ് മകന് പൂണൂൽ നൽകാൻ വിസമ്മതിച്ചു. യുക്തിചിന്തയുടെയും ശാസ്ത്രവീക്ഷണത്തിൻ്റെയും ആ അന്തരീക്ഷത്തിലാണ് മാധവ് വളർന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കോ മുന്നിൽ അദ്ദേഹം മുട്ടുമടക്കാതിരുന്നത്. നമ്മുടെ രാജ്യത്ത് എക്കോളജി അഥവാ പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്നത് ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമായിട്ട് കണ്ടു തുടങ്ങിയത് ഗാഡ്ഗിലിൻ്റെ വരവോട് കൂടിയിട്ടാണ്. 1983 അദ്ദേഹം ബംഗളൂരുവിലെ IIScയിൽ സെൻറ്റർ ഫോർ എക്കോളജിക്കൽ സയൻസ് സ്ഥാപിക്കുകയുണ്ടായി. ഇന്ത്യയിലൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അത്തരമൊരു കേന്ദ്രം വരുന്നത് അന്നൊരു പുതുമയായിരുന്നു. ഇന്നും നമ്മൾ 10ാം ക്ലാസ്സിലും ഡിഗ്രിക്കും പരിസ്ഥിതി പഠിക്കുന്നുണ്ടെങ്കിൽ ആ പാഠപുസ്തകങ്ങളുടെ പിന്നിലെ ചാലക ശക്തി എന്ന് പറയുന്നത് ഗാഡ്ഗിലായി. അദ്ദേഹം വെറുതെ മരങ്ങളെയും പക്ഷികളെയും പറ്റി പഠിക്കുകയല്ല ചെയ്തത്, പകരം മനുഷ്യനും പ്രകൃതിയും എങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ട് നിലനിൽക്കണമെന്ന് അദ്ദേഹം പഠിച്ചു. മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ശത്രുവല്ല, മറിച്ച് അതിൻ്റെ ഭാഗമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, കേരളം ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആ രേഖ, ഗാഡ്ഗിൽ റിപ്പോർട്ട്. 2010 പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിട്ട് അദ്ദേഹം നിയമിതനാകുന്നത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? പശ്ചിമഘട്ടം ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ് എന്നാണ്. ഇതിൻ്റെ ഓരോ ഇഞ്ചും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നാണ്. ക്വാറികൾക്കും വൻകിട അണക്കെട്ടുകൾക്കും നിയന്ത്രണം വേണമെന്നാണ്. എന്താണ് സംഭവിച്ചത്? രാഷ്ട്രീയക്കാരും മാഫിയകളും ചേർന്ന് അദ്ദേഹത്തെ ജനവിരുദ്ധനായിട്ട് ചിത്രീകരിച്ചു. കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടുമെന്നും കൃഷി ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ അദ്ദേഹത്തിനെതിരെ തിരിച്ചു. സത്യത്തിൽ ഗാഡ്ഗിൽ എന്താണ് പറഞ്ഞത്? ഗ്രാമസഭകൾക്ക് അധികാരം നൽകണമെന്നാണ് അദ്ദേഹം ശുപാർശ ചെയ്തത്. അതായത് ഒരു പ്രദേശത്ത് എന്ത് വികസനം വേണമെന്ന് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന്. പക്ഷെ അധികാരം കൈയാളുന്നവർക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. ഗാഡ്ഗിൽ റിപ്പോർട്ട് ചവറ്റുകുട്ടയിലായി അതോടുകൂടി. പകരം കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ വേരുകളെല്ലാം അവിടെയാണ് കിടക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ ഒരിക്കൽ കേരളത്തെക്കുറിച്ചൊരു പ്രവചനം നടത്തിയിരുന്നു. പശ്ചിമഘട്ടത്തെ നിങ്ങൾ ഇങ്ങനെ തകർക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നാൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ്. ആ വലിയ ദുരന്തങ്ങൾ നിങ്ങളെ തേടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ നമ്മൾ പുച്ഛിച്ച് തള്ളി. എന്നാൽ 2018 മഹാപ്രളയവും തുടർന്നുണ്ടായ കവളപ്പാറയിലെയും പുത്തുമലയിലെയും ദുരന്തങ്ങളും ഒടുവിൽ വയനാട്ടിലെ ഉരുൾപൊട്ടലുകളും കണ്ടപ്പോൾ നമ്മൾ ഗാഡ്ഗിലിനെ ഓർത്തു. പ്രകൃതിക്ക് അതിൻ്റെ ചില കണക്ക് പുസ്തകങ്ങളുണ്ട്. ഗാഡ്ഗിൽ പറഞ്ഞത് കേവലം ശാസ്ത്രമല്ല, അത് ഈ മണ്ണിൻ്റെ നിലവിളിയായിരുന്നു.
ഖനനവും വനം കൊള്ളയും പ്രകൃതിയുടെ തുലനാവസ്ഥ തെറ്റിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ വികസന വിരോധി എന്ന് വിളിച്ചവർ പോലും ഇന്ന് പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിന് മുന്നിൽ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. ഗാഡ്ഗിലിനെ മറ്റ് ശാസ്ത്രജ്ഞരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രമാണ്. അദ്ദേഹം ആദിവാസികളുടെയും കടലോര നിവാസികളുടെയും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളെ വലിയ വിലയോടുകൂടി കണ്ടു. നമ്മുടെ കാവുകളെയും പുണ്യവനങ്ങളെയും കുറിച്ച് അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. ഒരു ജനതയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവരുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായിട്ട് അദ്ദേഹം മാറി. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് മുകളിലിരിക്കുന്ന ശാസ്ത്രജ്ഞർ തീരുമാനിക്കേണ്ടതല്ല, മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് അതിൽ പങ്കാളിത്തം വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് ജനാധിപത്യപരമായ പരിസ്ഥിതിവാദത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. മാധവ് ഗാഡ്ഗിൽ യാത്രയാകുമ്പോൾ ബാക്കിയാകുന്നത് അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഇപ്പോഴും ഇവിടെ മുഴങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച പത്മഭൂഷണും പത്മശ്രീയും മറ്റ് അംഗീകാരങ്ങളുമെല്ലാം നമ്മൾ നൽകിയ ആദരവാണ്. പക്ഷേ അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരം എന്ന് പറയുന്നത് ഈ ഭൂമിയെ അടുത്ത തലമുറയ്ക്ക് കൂടി ജീവിക്കാൻ പാകത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. വികസനത്തിൻ്റെ പേരിൽ നമ്മൾ വെട്ടിക്കളയുന്ന ഓരോ മരവും ഇടിച്ചു നിരത്തുന്ന ഓരോ കുന്നും നമ്മുടെ തന്നെ അന്ത്യത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുകയാണോ? ഗാഡ്ഗിൽ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തലുകൾക്ക് മരണമില്ല. വിട പ്രിയപ്പെട്ട ഗാഡ്ഗിൽ. ഈ മണ്ണും മലകളും കാടുകളും നിങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കും.